ഗൈസ് വെൽക്കം ടു ദ സിറ്റി ഓഫ് ഹൈദരാബാദ്. നമ്മുടെ ചാർമിനാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നത്തെ വിശേഷം ചാർമിനാറിൻ്റെ സ്ട്രീറ്റ്സ്. ചാർമിനാർ സ്ട്രീറ്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാം. മെയിൻലി ചാർമിനാറിൻ്റെ മാർക്കറ്റ്സ് ആയിക്കോട്ടെ, ബാർഗിങ് സ്റ്റോറി, അതുപോലെ തന്നെ ചാർമിനാർ പ്രത്യേകിച്ച് നമ്മൾ കാണിക്കേണ്ട ഒരു സാധനമല്ല, അതൊക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ചാർമിനാർ സ്ട്രീറ്റ്. വൺ ഓഫ് ദ നമ്മളെ ഹൈദരാബാദിൽ തന്നെ മോസ്റ്റ് അട്രാക്ഷൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നും പറയാം. ഡെസ്റ്റിനേഷനും മാർക്കറ്റ് ഏരിയാസും ഐ തിങ്ക് ഓൾ ഓവർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണല്ലോ ചാർമിനാർ. ചാർമിനാർ എന്ന് ഓർമ്മ വരുമ്പോൾ തന്നെ നമുക്ക് ഹൈദരാബാദിനെ കുറിച്ചാണല്ലോ ഓർമ്മ വരാം. ഹൈദരാബാദ് ആ ചാർമിനാർ പേരിൽ തന്നെ ഉണ്ട്, 4 മിനാർ. ചാർ മീൻസ് 4ആണല്ലോ. കൺമുമ്പിൽ തിളങ്ങുന്നു ചാർമിനാർ. എൻ്റെ മാസ്ക് സ്ട്രെയിറ്റ് കാണുന്നുണ്ടോ നമ്മളെ ചാർമിനാർ. സോ അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ കുറച്ച് നടക്കാനുണ്ട്. എന്തായാലും ഈ മാർക്കറ്റ് മൊത്തം ഏരിയ മൊത്തം എക്സ്പ്ലോർ ആക്കണം, എന്നാലും നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും. ഒരു ചാർമിനാറും ഒരു സ്ട്രീറ്റ് പോലെ തന്നെയാണ്. നമ്മൾ ഇന്നലെ ഹൈദരാബാദ് ഫുഡ് സ്ട്രീറ്റിൽ പോയ പോലെ തന്നെ ഒരു സ്ട്രീറ്റ് ഹബ്ബ്, പക്ഷേ ഇവിടെ മാർക്കറ്റ് ഏരിയാസും കാര്യങ്ങളൊക്കെ നല്ല മൊത്തം സംഭവങ്ങൾ. എന്താ പറയുക, നല്ല തിരക്കുണ്ട് കേട്ടോ. തിരക്കുള്ള സ്ട്രീറ്റ് ഏരിയ. പിന്നെ നമ്മുടെ ബാഗ്സ് ഒക്കെ ഇതുപോലെ മുന്നിൽ വെച്ചിട്ട് പോകണം, കാരണം അതാ സേഫ്. എപ്പോഴാണ് സ്നാച്ചിങ് മറ്റേ പരിപാടികളിൽ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. നല്ല രീതിക്ക് പിടിച്ചു പറയും അങ്ങനത്തൊക്കെ ഉണ്ടാകും, കാരണം നല്ല തിരക്കാണ്. മാർക്കറ്റ് ഏരിയസ് ഫുൾ തിരക്കാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടോ, ഒന്നും പറയില്ല. അതുകൊണ്ട് നമ്മളെ സേഫ്റ്റിക്ക് നമ്മൾ മുന്നിൽ ബാഗ് ഇട്ട് പോവാം. നമ്മളെ കാര്യം നോക്കിയിട്ട് പോകണം, ഇങ്ങനെയാണ് വേണ്ടത്. അതിനെ കോമൺലി നമ്മൾ എല്ലായിടത്തും പോയി അങ്ങനെ തന്നെ ആ ഒരു മര്യാദ വേണം. കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ തിരക്ക് കണ്ട. മൊത്തം ഫുൾ ഓഫ് ഏരിയാസാണ്, മാർക്കറ്റ് ഏരിയാസാണ്. മൊത്തം ആൾക്കാരൊക്കെ ഉണ്ടോ, എല്ലാതരം ഒക്കെ ആൾക്കാരുണ്ട്. ബിസിനസ് ആയിക്കോട്ടെ, മാർക്കറ്റ് ഏരിയസ് ആയിക്കോട്ടെ. സോ മെയിൻലി ഇവിടെ മാസ്ക് ഇടാ, എല്ലാതരം ഡ്രസ്സിൻ്റെ സ്റ്റാൾസ് ഉണ്ട് ഇവിടെ. ഇപ്പുറത്തും ഡ്രസ്സിൻ്റെ സ്റ്റാൾസ്, ഓർണമെൻറ്റ്സ്, ഗേൾസിന് വേണ്ട സാധനങ്ങൾ. ഇവിടെ ഫുഡ് ഹബ് ഉണ്ട്. മെയിൻ നേരെ നോക്കിയാൽ നമ്മളെ ചാർമിനാർ കാണാൻ പറ്റും. ഇതാണ് നമ്മളെ ചാർമിനാർ സ്ട്രീറ്റ്. ഇവിടെ നല്ലൊരു చార్మినార్ సందర్శకులకు ఒక ముఖ్య గమనిక. സോ വെൽക്കം ടു ചാർമിനാർ. ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ആയിട്ടുള്ളൊരു സാധനം കിട്ടുന്ന സ്ഥലമാണ് മിലൻ ജ്യൂസ് സെന്റർ. അവിടുത്തെ മൾബറി മലായും. അത് ആക്ച്വലി ഫുഡ് സ്ട്രീറ്റ് ആണ്. ഫുഡ് സ്ട്രീറ്റ് ആണ്. പിന്നെ ഉള്ളത് മക്ക മസ്ജിദ്. ഇവിടുത്തെ മസ്ജിദാണ്, ഭയങ്കര പീസ്ഫുൾ ആണ്. രാവിലെയൊക്കെ വന്നാൽ ഞങ്ങളിടക്ക് വന്ന് വെറുതെ ഇരിക്കാറുണ്ട്. ഓ അതിന്റെ ഉള്ളിൽ അടിപൊളി കേട്ടോ സംഭവം. ഉള്ളിൽ അടിപൊളി കേട്ടോ. ആദ്യം നമുക്ക് ഇത് ട്രൈ ചെയ്യാം. മിലാൻ ജ്യൂസ് സെന്റർ നമുക്ക് നോക്കാം. അപ്പം നിരവധി മാർക്കറ്റ് ഉണ്ട് കേട്ടോ. വിചാരിക്കുന്നല്ല, നല്ല തിരക്കുണ്ട്. അവനവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബാഗ് കാര്യങ്ങളൊക്കെ അത്ര സേഫ് ഒന്നല്ല. ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, മൾബറീസിൻ്റെ ഒക്കെ സ്ഥലങ്ങളാന്ന് തോന്നട്ടാ ഫുള്ള്. ഇത് നമ്മളെ മിലാൻ ജ്യൂസ് സെന്റർ. ഇവിടെ എന്താ മെയിൻ സ്പെഷ്യൽ എന്നാ സംഭവം ഇതല്ലേ, മൾബറി മലായി. പിന്നെ ലിച്ചി മലായി, മലൈസിന്റെ വെറൈറ്റി സാധനം കിട്ടുന്നല്ലേ. സോ ചാർമിനാറിൽ വന്നാൽ ഇതെന്താ സംഭവം, ഡ്രിങ്കാ? ഇത് സ്വീറ്റ് ആണ്. മലായി എന്ന് പറഞ്ഞാൽ മറ്റേ ക്രീമാണ്. ക്രീമും ചീസും ബട്ടറൊക്കെ അതിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി സാധനമാണ്. നോക്കാം, എന്തായാലും ട്രൈ ചെയ്യാം. മിലാൻ ജ്യൂസ് സെന്റർ ഒരു സംഭവം നോർമലല്ല. ഇതൊക്കെ എന്താ മുകളിൽ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ ഗൈസ്. എല്ലാം കണ്ട മൊത്തം വെറൈറ്റി വെറൈറ്റി. ഇപ്പുറത്തെല്ലാം നോക്കട്ടെ എൻ്റെ മോനെ. യെസ് ഗൈസ്, ഇതാ ഇവിടുത്തെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിയിൽ. എന്താ പറയുക, എല്ലാം സംഭവം മലായി. അത് ലിച്ചി, ഇത് പിന്നെ അത് മൾബറി ഒന്നും എടുത്തോ. ഇതെന്താന്ന് അറിയില്ല, മാംഗോ ആണ്. ഇത് സംഭവം സ്ട്രോബെറി. ഇതൊക്കെ 2-3 സാധനത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇത് എന്താ അറിയില്ല, കുറേ ഫ്രൂട്ട്സ് ഒക്കെ കാണുന്നുണ്ട്. ചാർമിനാറിലെ മലൈസ് സംഭവം. മലൈസ് കഴിക്കാനുള്ള ആൾക്കാരാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് നല്ല ആളും വരുന്നുണ്ട്. സോ ഓക്കെ, സംഭവം മലൈസ്. നീ എടുത്തേ ഗൈസ്. ഇതാ നമ്മളെ മലായി അല്ലേ, മൾബറി മലായി അല്ലേ. മലായിസും പിന്നെ നമ്മളെ മൾബറീസും. മൾബറീസ് ഇട്ടാ എന്താ പറയുക, സംഭവം ഇതായിട്ട് കൊടുക്കുന്നുണ്ടല്ലേ, ലൂസായിട്ട് കൊടുക്കുന്നുണ്ട് സാധനം. മാർക്കറ്റിൽ പോലെ അവൈലബിൾ ആയിരുന്നു, ഇവിടെ പുറത്ത് കാണുന്നുണ്ട്.
നാട്ടിൽ ഒരു മഴ സീസണിൻ്റെ ടൈമായിട്ട് തോന്നും. ആ സമയത്ത് കൂത്തുറമാറ്റ് ഒരു ഏരിയയിൽ ഈ സാധനം കൊടുത്തേ ഇതിവിടെ ആദ്യം ഒരു പുളിപ്പും മധുരം കഴിച്ചോളാം. ഒരു പുളിപ്പും ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. സംഭവം എന്തായിരിക്കും ഫ്ലേവർ എന്തായിരിക്കും ഉണ്ടാവുക? നമുക്ക് ഐസ്ക്രീം ആയിരിക്കും അല്ലേ? ഐസ്ക്രീം അങ്ങനത്തെ എന്തെങ്കിലും അല്ലേ? ക്രീം ആ ഫ്രഷ് ക്രീം ഉണ്ടാവും അങ്ങനെ. താങ്ക് യു ഭയ്യ. ചാർമിനാർ ഓക്കെ. ഇതിനാ 20 റുപ്യ? 20 പോടാ. ഇതൊക്കെ കണ്ട ഷൂ 200 200 ഡ്രസ്. സംഭവം ചാർമിനാറിൻ്റെ സംഭവം കേട്ടോ. ഫുൾ മാർക്കറ്റ് ഏരിയ ഏതാ? പക്കോട, സമൂസ, മെയിൻ കാര്യങ്ങൾ ഏതാ? അതിനിടയ്ക്ക് ഫോറിനേഴ്സ് അല്ലേ? ഇതൊക്കെ കണ്ട സംഭവം ഒരു പക്ക മാർക്കറ്റ് വൈബ് ലെവൽ തന്നെ നമുക്ക് എടുത്ത് കാണാൻ പറ്റൂട്ടാ. അത്രക്ക് തിരക്കുണ്ട് അല്ലേ? ഇതാ സ്പീക്കേഴ്സ് കാര്യങ്ങളല്ലേ നമ്മൾക്ക്. भैया वो स्पीकर कितना? ये हाँ 300. ओ भैया वो हेडसेट है ना कितना? 400. ഉണ്ടാ അതിനുണ്ടാവില്ലല്ലോ. 200 റുപ്യ കിട്ടേണ്ട സാധനമാണ്. ആ അപ്പോൾ 200 റുപ്യ കിട്ടേണ്ട സാധനമാണ് ആക്ച്വലി. പക്ഷേ ഓരോ ഇത് 400 വെക്കുന്നു. അപ്പം അടികൂടിയിട്ട് ചെറുതാക്കണം. അതാ മെയിൻ കാര്യം. ഷൂസ് ഉണ്ടോ? അതാ ഇവിടെ നിരവധി ഷൂസ് ഉണ്ട് കേട്ടോ. നല്ല സംഭവം കളക്ഷൻസ് ആവശ്യത്തിന് കൂടുതലുണ്ട്. എത്ര റേറ്റ് വെച്ചാ? ഇത് വിട്ട ഷൂസ് ആയിരിക്കില്ലല്ലോ, ഫ്രഷ് ആണോ സംഭവം? ഇത് സംഭവം ഷൂസൊക്കെ 950 എന്നാണ് പറയുന്നത്. പക്ഷെ 950 ഒന്നും ഒരു ക്വാളിറ്റി ഒന്നും ഇല്ല. നമ്മളെ നാട്ടിൽ 1000 റുപ്യക്ക് നല്ല ഒറിജിനൽ ഫസ്റ്റ് കോപ്പി സാധനങ്ങൾ തന്നെ കിട്ടും. പക്ഷേ ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നിരവധി ബാംഗിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ളും സംഭവങ്ങളുണ്ട്. നമ്മൾ ചാർമിനാറിൻ്റെ അടുത്ത് എത്തിയാട്ടോ. ഏകദേശം നമ്മൾ ചാർമിനാറിൻ്റെ ഫുൾ വ്യൂ സംഭവം. ഇത് ഈ ഒരു സാധനം 4 എണ്ണം ഉണ്ട് അല്ലേ? 4 പില്ലേഴ്സ് അല്ലേ? ഞാൻ ശരിക്കും 4 എണ്ണം ഉണ്ടെന്നാണ് പണ്ട് വിചാരിച്ചു. 4 ചാർമിനാറായിട്ട് അങ്ങനല്ല അല്ലേ? 4 മിനാരങ്ങൾ കൂടിയിട്ടുള്ള ഒരു ചാർമിനാർ. ആൻഡ് ഗായ്സ് ഇപ്പോൾ നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് നിമ്ര കഫേ. സോ അവിടെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന മസ്കാ ബണ്ണ് കാര്യങ്ങൾ. നമുക്ക് വേറെ എടുക്കാം. പണ്ട് മുതലേ ഉള്ള സാധനം. അവിടുത്തെ തിരക്കൊക്കെ സംഭവം ആയിരിക്കും ആണുങ്ങൾക്ക് പെണ്ണില്ല. ഗേൾസ് ബോയ്സ് ഗേൾസ് തെളി. ഇതെല്ലാം എന്താ ചെയ്യുന്നത്? नॉट प्लास्टिक हैदराबाद फेमस पेर्ल्स. ओ पेर्ल्स ये कितना? 250 लगा 250 അതിനുള്ളൊന്നുണ്ടോ? नहीं गिफ्ट के लिए मुझे गर्लफ्रेंड नहीं है भैया, मदर के गिफ्ट कर लिए. മമ്മി ഇങ്ങനത്തൊന്നും ഇടൂല, അതാ പ്രശ്നം. പല പെണ്ണുണ്ടെങ്കിലായിരിക്കും വാങ്ങിച്ചു കൊടുക്കാൻ. നെക്സ്റ്റ് ടൈം അല്ലേ? നമുക്കൊന്നും പെണ്ണില്ലാത്തോണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. സമാധാനമുണ്ട്, പൈസ ചെലവും കുറഞ്ഞു. ചാർമിനാറിന്റെ ബ്യൂട്ടി ഉണ്ട്. അടുത്താണ് ഇത് വലിയ സൈസ് അല്ലേ? നമ്മളാ പള്ളിയിൽ കയറണം. ഇത് ഫുള്ള് മാർക്കറ്റ് ഏരിയ കണ്ടോ ഗൈസ്? ഫുള്ള് ചാർമിനാറിന്റെ സംഭവങ്ങളാണ് മൊത്തം. ഈ ഏരിയ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? എല്ലാ ചാർമിനാറിൻ്റെ ഇതാ. ഈ ഒരു ഏരിയയിൽ പല ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമലി മലയാളീസ് ഉണ്ടാവും, ചിലപ്പോൾ മിസോറാമീസിനെ കാണുന്നുണ്ട്, ഫോറിനേഴ്സിനുണ്ട്, പിന്നെ നമ്മളിവിടുത്തെ ഹിന്ദിക്കാർ, അവരെല്ലാവരും ഉണ്ട് കേട്ടോ. ചാർമിനാറിലെ മെയിൻ സ്ട്രീറ്റ് ഫുഡാന്ന് തോന്നുന്നു ഇവിടെ കൊടുക്കുന്നത്. എനിക്കൊന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നല്ല സമൂസാസൊക്കെ കാണുന്നത്. പിന്നെ കുറേ നല്ല ഒട്ടനധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഐ തിങ്ക് നമുക്ക് എക്സ്പെൻസീവ് സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാണ്ട് ഇവിടെ നിങ്ങൾക്ക് ചെറിയ ചീപ്പ് ബഡ്ജറ്റിൽ ഇതാ വാച്ചസ് ഒക്കെ നോക്കിയാൽ എത്രയാ സംഭവങ്ങൾ അല്ലേ? ചെരുപ്പ്. ഇത് ചാർമിനാറിന്ന് വാങ്ങിയ വാച്ച് 150 രൂപ. ഫാസ്റ്റ് ട്രാക്ക്. എൻ്റെ മോനെ, ഫാസ്റ്റ് ട്രാക്ക് കമ്പനീൻ്റെ വാച്ച് വരെ ഇവിടെ കിട്ടുകയെന്ന് പറഞ്ഞല്ലേ സംഭവം. എടാ വാച്ച് ഭയ്യ, വാച്ച് കിतना है? कौन सा ये स्टील टाइप? 250. അല്ല ഇമാതിരി സാധനത്തിനല്ലേ 250 റുപ്യുള്ള പോലും. സംഭവം കൊള്ളാല. നമ്മളെ ചാർമിനാറിൻ്റെ സൈഡിലോട്ടുള്ള വഴിയാണ്. ഏകദേശം പോലീസുകാരൊക്കെ ഉന്തി കൊടുക്കുന്ന കാണാൻ പറ്റട്ടെ. നല്ലൊരു കാഴ്ചയാണ്. ഐ തിങ്ക് ദി ആർ മലയാളീസ്. മലയാളീസെ കാണുന്ന പോലെ തോന്നുന്നുണ്ട്. ഐസ്ക്രീംസ് കാണാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ ഇതാ മൊത്തം ഏരിയാസ് എല്ലാം ചീപ്പ് ബഡ്ജറ്റിൽ കാണാൻ പറ്റടാ. ഇതിനുള്ള എൻട്രി ടിക്കറ്റ് ഉണ്ട്. ചാർമിനാറിലപ്പോൾ എൻട്രി ടിക്കറ്റ് ഉണ്ടല്ലേ? പോപ്കോൺസ്
ഇതിങ്ങനെ എടുത്ത് കാണാം. ये क्या है भैया? क्या? ഓ ക്യാൻഡി കിത്തന വാങ്ങുന്ന ട്രെയിനാ വാങ്ങിച്ചിരുന്നില്ല ചുമ്മാ ഈസ് रूड बॉय कोई पैसा नहीं है इसका पास. നമ്മൾ വാങ്ങുന്നൊന്നുമില്ല, പക്ഷെ ചങ്ങായി നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ചങ്ങായിക്ക് വെറുതെ വിഷമമുണ്ടല്ലോ വാങ്ങിച്ചില്ല എന്നുള്ളൊരു പരാതി. നമ്മളെ ഗുൽഫി യെസ് ഗൈസ്, നമ്മളെ ഗുൽഫിയാന്ന് തോന്നാ കാണുന്നത് കേട്ടോ സംഭവം. ഈ സംഭവം കണ്ടോ, ഇത് നമ്മളെ ഗുൽഫി ടൈപ്പ് നല്ല ബാഗ്സ് കാണുന്നുണ്ട്. അതാ പൈസ വൈബ് ചങ്ങായി കേട്ടോ, വൈബ് ചങ്ങായി. ये कितना 200 ये कितना? हाँ 300 100 നല്ല ചെറിയ ബഡ്ജറ്റിന് കൊടുക്കുന്ന സാധനം കേട്ടാ. ഇതാ ട്രെയിനൊക്കെ പോന്നു. പോയാ നിർത്തിയാ പോയി ആ അതാ പോന്നു. ഫുള്ളും നല്ല മാർക്കറ്റ് ഏരിയാസിൽ മൊത്തം കണ്ട മൊത്തം ഏകദേശം എല്ലാ റേഞ്ചും കാണാൻ പറ്റും. മാർക്കറ്റിലുള്ള മൊത്തം ടോട്ടൽ ഏരിയാസ് കേട്ടോ അതെല്ലാം. അതാ ഫുള്ള് തിരക്കിന് കേട്ടോ, ഹ്യൂജ് ക്രൗഡ് എന്ന് തന്നെ പറയാം കേട്ടോ. നല്ല രീതിയിൽ വൈകുന്നേരമാണ് മാർക്കറ്റിൽ ഇവിടെ വന്ന ഞങ്ങൾ മെയിനായിട്ട് ബാർഗിൻ ചെയ്യണം, അതാ മെയിൻ കാര്യം. അതാ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ സംഭവം. നല്ല മാർക്കറ്റ്, അതുപോലെ തന്നെ നല്ല സ്കാമേഴ്സ് ഉണ്ടാവും, അടിച്ചോണ്ടിപ്പോൾ നല്ല സാധ്യത. നിങ്ങളാരും നിങ്ങൾ സൂക്ഷിച്ചോളാം, അത്രേ പറയാനുള്ളൂ. കാരണം എന്തിങ്ങനെ പോവാ എപ്പോൾ വരാമെന്നൊന്നും പറയാനും പറ്റൂല. ഓക്കെ, അപ്പോൾ പണി എങ്ങനെ വേണമെങ്കിലും കിട്ടും, അതിനൊരു സംശയമില്ല. പക്ഷെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കണം, കുറച്ചത്ര സേഫ് അല്ല. കാരണം ആൾ എപ്പോഴും ഇപ്പുറം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് മൊത്തം മാർക്കറ്റ് ഏരിയ ആണ്. ബാഗ്സ് അല്ലേ സംഭവം, മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ടെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇതാ കോട്ടൺ ക്യാൻഡി വേണോ എല്ലാം. ഐ മീൻ ഒരു നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് നമുക്കുള്ള സാധനം മേടിക്കാനുള്ള വെരി ചീപ്പ് ബഡ്ജറ്റിൽ നമുക്കിവിടെ കിട്ടും കേട്ടോ. ഹോട്ടൽസ്, ബനിയൻസ് എന്തൊക്കെയാണ് ഉള്ളത്. ചാർമിനാർ എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ. അത് നിങ്ങളൊരു 3 to 4 hours എങ്കിലും സ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ചീപ്പ് ബഡ്ജറ്റ് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യാം. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചാർമിനാർ വിസിറ്റും ചെയ്യാം. അതിൻ്റെതായ എല്ലാം തന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അഭിജിത്തെ നീ 3 കൊല്ലമായിട്ട് ഇപ്പോഴാണല്ലേ മര്യാദക്ക് കാണുന്ന ചാർമിനാർ? ഇവൻ രാവിലെ വരുന്നതാ പറയുന്നത് സംഭവം. ഇപ്പം ഇവനിവിടെ 3 കൊല്ലമായി ഹൈദരാബാദിൽ, എന്നിട്ട് ഇപ്പോഴും ഇവൻ മര്യാദക്ക് ചാർമിനാർ കാണാൻ വരുന്നതെന്ന് പറയുന്നത് സംഭവം തന്നെ. ഞാനൊക്കെ പണ്ട് മുതലേ എനിക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പാഠപുസ്തകത്തിൽ കാണും, സോഷ്യൽ സ്റ്റഡീസിൽ കാണലുണ്ട്. ഈ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പാഠപുസ്തകത്തിൽ നമ്മൾ ഈ ചാർമിനാർ ഓരോ ഇന്ത്യൻ ടൂറിസ്റ്റിൻ്റെ ഡെസ്റ്റിനേഷൻസ് പറഞ്ഞിട്ട് കാണിക്കും. അന്നേരം ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തതാ, ഈ ചാർമിനാർ എന്ന സാധനം നമ്മളെന്തായാലും കാണണം, നമ്മളെങ്ങനെയാലും വിസിറ്റ് ചെയ്യണം. ആ ചാർമിനാർ എന്താ സംഭവം, ഹൈദരാബാദ് നമുക്ക് പേരെടുത്ത് പറയുമ്പോൾ തന്നെ ആ ഒരു കാര്യം ഓർമ്മ വരാം. അത് പണ്ടേ കാണണം എന്നുള്ളൊരു ആഗ്രഹം. പക്ഷെ ഞാനിപ്പോൾ എന്തായാലും എനിക്ക് ആ ആഗ്രഹം നടന്നല്ല, ചാർമിനാർ കണ്ടു. പക്ഷെ 3 കൊല്ലമായിട്ട് ഇവൻ ഇപ്പം കാണുന്നു മതിക്ക്. 30ാമത്തെ പ്രാവശ്യം വരുന്നതായിരുന്നു. പക്ഷെ ചാർമിനാർ ഇപ്പം എന്നോട് പറയുന്ന ഉള്ളിൽ കയറുന്നത്. ഇപ്പോൾ നമ്മളിനിപ്പോൾ സമയം ഏകദേശം 4-5 മണി ആവാനായിട്ടുണ്ട്. നമ്മളിനി നേരെ ഫുഡ് കഴിക്കണം. ചാർമിനാറിൻ്റെ മെയിൻ സംഭവം കഴിഞ്ഞ് കണ്ടു. മാർക്കറ്റ് ഏരിയയിൽ 2-3 സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസിന് വന്നാൽ ഇവിടെ അടിപൊളിയായിരിക്കും. ഇനി ചാർമിനാർ കാണാൻ വന്നാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഓൾസോ ചാർമിനാറിൽ തന്നെ മെയിൻ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങേണ്ടതായാലും അതുപോലെ അതിനനുസരിച്ച് ചാർമിനാർ കാണുകയും ചെയ്യാം. ഈ സൈഡിലോട്ടുള്ള ആൾ പോകുമ്പോൾ പേടിയാകുന്നുണ്ട്, ക്യാമറ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. എന്താ അറിയോ, വല്ല അടിച്ചുകൊണ്ടോ എന്നുള്ളൊരു പേടിയുണ്ടാ. ഇതിനെ കിട്ടുന്നതിനാണ് നീ പറിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ ടീംസാണ്, ഒന്നും പറയണ്ട. നോർത്തല്ലേ, നമ്മളെ മലയാളിയെ പോലെ അല്ലല്ലോ ഇവര്. നമുക്കൊന്നും തന്നെ ചെയ്യാനും പറ്റില്ല. പിന്നെ കിട്ടിയാലും എവിടെ ഓടേണ്ട എന്താ ചെയ്യേണ്ട ഒന്നും പറയില്ല. നിങ്ങൾ പോട്ടോ കുറെ നേരായി. അതാ കാണുന്ന സംഭവം കവാടം, അത് ചാർമിനാറിലേക്കുള്ള ഗേറ്റ് ആയിരിക്കും, എൻട്രൻസ് ഗേറ്റ് ആയിരിക്കും അല്ലേ? ആ, എത്ര ആളെന്ന് പറയാം, ഹ്യൂജ് ക്രൗഡ് ഉണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല രീതിയിൽ ക്രൗഡ് ഉണ്ട്. നമ്മൾ ഈ വഴിയാ വന്നേ ചാർമിനാർ? അപ്പോൾ നമ്മളെ വണ്ടി വഴിയുള്ള അപ്പുറ സൈഡാ? അപ്പോൾ നീ വളഞ്ഞിട്ടല്ലേ പോന്നേ, വന്ന വഴിയല്ലല്ലോ അല്ല? ഓക്കെ, അതാ നമുക്ക് ഈ കാണുന്ന വാച്ചസിനൊക്കെ ചെറിയ പ്രൈസ് ആട്ടോ സംഭവം. മെയിൻലി 250 രൂപ 300 ആ റേഞ്ച് മാത്രമേ ഉള്ളൂ പൈസ ഒക്കെ. അപ്പോൾ വിചാരിക്കുന്ന പോലെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഈ നാട്ടിലൊക്കെ എടുത്ത് നാട്ടിലൊക്കെ കുറേ വാച്ചിട്ടിട്ട്
വരുന്ന ടീംസ് ഉണ്ടാവും, ഷോ കളിക്കും നമ്മളെ കോളേജ് ക്ലാസ്സിലൊക്കെ. അതിന് ഡയലോഗ് അടിക്കാൻ എന്തായിരിക്കും 2000 റുപ്യൻ്റെ വാച്ച്, 5000 റുപ്യൻ്റെ വാച്ച്, 5000 റുപ്യൻ്റെ ഒറിജിനൽ വാച്ച്. ഇപ്പം എൻ്റെ അഭിജിത്തിൻ്റെ എന്താ പറയുക, അതിനോട് ഇപ്പം നാട്ടിലുണ്ട് പറയൂ ഞാൻ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒറിജിനൽ വാച്ചാണ് ഇടുന്നത് അല്ലേ, അങ്ങനെ തള്ളിയിട്ടുണ്ടാവും. നോക്കുമ്പോൾ ഓൻ്റെ സത്യങ്ങൾ ഇപ്പം നമുക്ക് തിരിഞ്ഞല്ല. ഓൻ ചാർമിനാറിന് 200 റുപ്യ കൊടുത്ത് വാങ്ങിച്ച വാച്ചാണല്ലോ. 150 റുപ്യ കൊടുത്ത് വാച്ചാ, പക്ഷെ അവൻ 1500 റുപ്യക്ക് ഡീലാക്കും നമ്മുടെ അടുത്ത്. ഇവിടെ വന്നാൽ ഇതിൽ ഈ ബഡ്ജറ്റിൽ നമ്മളെ കേരളത്തിൽ നിന്ന് ഈ ഒരു സംഭവമില്ല. കൊച്ചിയിലുണ്ടല്ലേ, കൊച്ചിയിൽ നമുക്ക് പറയുകയും ചെയ്യാം, പക്ഷേ നമ്മളെ നാട്ടിലൊന്നും ഈ സംഭവം ഇല്ല. നമുക്കിവിടെ വന്ന ഒട്ടനധികം നല്ല രീതിക്ക് അപ്പോൾ കുറേ ഉണ്ടട്ടോ, വിചാരിക്കുന്നതല്ല ഈ ഒരു മാർക്കറ്റ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവിൽ ഇതൊരു പാലസിൻ്റെ അത്രയുള്ള ദൂരം തന്നെ ഉണ്ട്. കാരണം അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് മാർക്കറ്റ് പോലെ. അത് ഏറ്റവും ഡൂപ്പോട്ട് കർപ്പൂര ഐറ്റംസ് ഉണ്ടെന്ന് അറിയുന്നത് തന്നെയാണ്. അത്രക്കും ഒട്ടനധികം സാധനങ്ങളിവിടെ ചീപ്പ് ബഡ്ജറ്റിലാണ് ഇവരുടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ കഴിവ് പോലെ ബാർഗെയിൻ ചെയ്താൽ നല്ല രീതിക്ക് അടിയാക്കിയാൽ നല്ല പ്രൈസിൽ തന്നെ സംഭവം കിട്ടും, അതിലൊരു സംശയമില്ല. നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യണം, ബാർഗെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാർഗെയിൻ ചെയ്തിരുന്നാൽ തന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇടുന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ നല്ല രീതിക്ക് മെയിനായിട്ട് എന്താ പറയുക, നമ്മളെ ചങ്ങായി ഉണ്ട് ചോട്ടാ ക്യാമറ ഒരു സെക്കൻഡ്. നമുക്ക് ഇടുന്ന അനൗൺസ്മെന്റ് ഇങ്ങനെ കേൾക്കാട്ടോ സംഭവം. പിക് പോക്കറ്റേഴ്സ് ഫോൺ അടിച്ചുകൊണ്ട് പോക്ക് ബാഗ് അതൊക്കെ അവരെന്നെ സംഭവം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്നത് തന്നെയാണ്. മാർക്കറ്റ് ഇതോടെ തീരുന്നില്ല, നമ്മളെ വണ്ടി അങ്ങോട്ടുള്ളേ, പക്ഷെ മാർക്കറ്റ് ഇതോടെ തീരുന്നില്ല. ഇതാണ് ഹൈദരാബാദിലെ മെയിൻ തിരക്ക്. ഈ സിറ്റിന്റെ തിരക്ക് കണ്ട, ഇതാണ് വണ്ടി എഴുതാൻ വരുന്നതൊന്നും തിരിയൂല, അമ്മാതിരി അവസ്ഥയാ. ഇങ്ങനെ സൈഡിലൂട്ടിൽ നടക്കണം. ഇവിടെ പിന്നെ ട്രാഫിക്കിന് ഒരു നിയമവും കളിയൊന്നുമില്ല, തോന്നിയ പോലെ വണ്ടി എടുക്കുക. ബാക്കുന്നല്ലോ മെട്രോ ചായ നമ്മളെ വേണ്ടിയിട്ട് വേണം വന്ന് വിളിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അതിന് നിൽക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ഹോൺ അടിക്കും, ഒരു തോന്നിയ ദിവസം പോലെയാണ് ഹോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. മറ്റവൻ്റെ ചെവിട് കേൾക്കുന്നുണ്ടോ എന്നൊരു ബോധമില്ല. കാണുന്നില്ലേ, അടിച്ചുകൊണ്ട് കാണുന്നില്ലേ. നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നതിനുള്ള സ്ട്രീറ്റ്സാണ്. എന്താണെന്നല്ല നല്ല ഉള്ളോട്ടുള്ള സ്ട്രീറ്റ്സ്, ആ ഒരു വ്യൂവിലാണ് കാണുന്ന സംഭവം. ഇതൊക്കെ കണ്ട അതിലൊരു മാർക്കറ്റ് ഏരിയ എന്നതിനേക്കാൾ അല്ലേ ഭയങ്കര ഒരു പെരുന്നാളൊക്കെ നടക്കുന്ന പോലെ കേട്ടോ ഇവിടെ സംഭവം. ഹൈദരാബാദ് നിങ്ങൾ സിറ്റിയിലൊക്കെ വന്ന വേറൊരു കാഴ്ചയൊക്കെ ഇങ്ങനെ റോഡിൽ നിന്ന് ലൈവായിട്ട് നടക്കാൻ പറ്റും. എന്തായാലും മെയിൻലി എന്താ പറയുക, റോഡിൽ നിന്ന് ഇതാ അപ്പുറം ഇപ്പുറം വണ്ടികളുണ്ടാവും, ആ വണ്ടീൻ്റെ സൈഡിലോട്ട് നടുക്കൂട്ട് നടക്കും. ഇതാണ് ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങൾ. എന്നുവെച്ചാൽ ഇവിടെ നമുക്ക് മെയിൻലി ബേസിക്കലി അങ്ങനെ നിയമമൊന്നുമില്ല, തോന്നിയ പോലെ നടന്നു പോവാ, നടന്ന് കയറിയ അങ്ങനെ തന്നെ. ട്രാഫിക്കിനൊരു നിയമം കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ കണ്ടില്ല. ഇതിപ്പോൾ വണ്ടിയിലോട്ട് വരുന്നത്, വണ്ടി ഇതുവഴിയും പോകുന്നത്, വണ്ടി മെയിനായിട്ട് ഈ കാര്യങ്ങളിൽ ഇതിലോട്ടെല്ലാം പോകുന്നുണ്ട്. പക്ഷെ എന്താ നമുക്ക് തോന്നിയ ദിവസം പോലെ എങ്ങനെ വേണമെങ്കിലും നടന്നിട്ട് വരാം, എങ്ങനെ വേണമെങ്കിലും പോന്നിട്ട്. നമ്മളിപ്പോൾ ഷബാബ് അല്ലേ, ഷദാബ് എന്ന് പറഞ്ഞാൽ ഫുഡ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. ഫുഡ് സ്പോട്ടിലേക്കാണ് പോകുന്നത്. അടുത്ത ഹൈദരാബാദി ബിരിയാണി. ഹൈദരാബാദ് വന്നിട്ട് ഹൈദരാബാദി ബിരിയാണി കഴിക്കാണ്ടിരിക്കുന്നത് വളരെ മോശമല്ലേ. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്ന ടൈമിങ് തെറ്റാണ്. ഉച്ചക്കിട്ട് ട്രൈ ചെയ്യേണ്ടതാ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കാണുന്നില്ലേ, വണ്ടിക്കൊരു ഇതുമില്ല. ഇവിടുത്തെ ഈ ഒരു മാർക്കറ്റിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ മെയിൻലി ഇതാണ്. എന്താ പറയുക, ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആയതുകൊണ്ടല്ലേ, ചീപ്പ് ബഡ്ജറ്റിന് നമുക്ക് ബാർഗെയിൻ ചെയ്ത് കിട്ടുമല്ലോ. സോ ബാർഗെയിൻ ചെയ്ത് സാധനം മേടിക്കാം. പക്ഷെ സ്റ്റിൽ അത്രയും തിരക്കും ഈ ഒരു നാട്ടുകാർ ഇതിൻ്റെ ഇടയിലോട്ട് സാധനം മേടിക്കുകയും ചെയ്തു. അതായിട്ട് മെയിൻ കാര്യട്ടാ. ഈ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടോ, മുന്നിലൂടെ വണ്ടി വരുന്നത്. വണ്ടി ഇങ്ങനെ വരുന്നതിൻ്റെതാ. റോഡിലൂടെ നമുക്ക് കോമൺ ആയിട്ട് നടക്കുക, സാധനം മേടിക്കുക. ഇവിടെ പിന്നെ ട്രാഫിക് നിയമങ്ങൾ, പോലീസ്, അങ്ങനത്തെ ഒരു കാര്യമില്ല. അതുകൊണ്ട് അവരിതൊന്നും മൈൻഡ് ആക്കൂല. ഇതുവഴി ഇങ്ങനെ നടക്കും പോവും, നമ്മൾ ഇതുവഴി അല്ലെങ്കിൽ മെയിനായിട്ട് നടന്നു പോവാം. നല്ല അഡ്വഞ്ചറസാണ് ഹൈദരാബാദ് വന്നാൽ. ഡ്രൈവിംഗ് ആയിക്കോട്ടെ, ട്രാഫിക് കാര്യങ്ങളായിക്കോട്ടെ, മാർക്കറ്റ് തട്ടിപ്പോയി.